ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ വായിക്കാത്തവരൊന്ന് വായിക്കണം. അപ്പോ ശ്രീവിഷ്ണു ഒന്ന് വായിച്ചില്ലല്ലോ മോനെ. നളിന സരസിനരികെ നല്ലൊരു തന്നിൽ പൊളിനും ചെല്ലും നേരം നളിനം തന്നിൽ ഉറങ്ങിയിടുന്നൊരു കളഹംസത്തെ കണ്ട നരജൻ പങ്കമകന്നൊരു തങ്കം പൊന്നിനോടങ്കം പൊരുതും ഒരംഗപ്രഭയും കുങ്കുമ നിറമാം ചിറകും കൊക്കും പങ്കജരുചിരം ചരണധ്വജവും കണ്ടതു നേരം നൃപരും കുതൂഹലമുണ്ടായി വന്നു മനതാരിങ്കിൽ കൊണ്ടാടിത്തൻ കരകമലത്തെ കൊണ്ടുപിടിച്ചു മുറുകിക്കൊണ്ട നരജൻ ചെന്നിഹ തൊട്ടതു നേരം മലയന്നം താൻ ഞെടുതിയിലുണർന്നു അരുതരുതെന്നെ കൊല്ലരുതെന്ന് തെരുതെരെയങ്ങു പറഞ്ഞു തുടങ്ങി അപരാധം ചെയ്യാത്തവനെ കൃപ കൂടാതെ വധിച്ചെന്നെങ്കിൽ നൃപനെ നിന്നുടെ നാടും ധനവും സവന് നശിക്കും അതോർത്തിയിടേണം. പക്ഷികളെ കൊല ചെയ്തൊരു മാംസം ഭക്ഷിപ്പാൻ രുചിയുണ്ടെങ്കിൽ ഇക്ഷിതിയിൽ പല കൊക്കുടമുണ്ട്, ഭക്ഷിച്ചാലും മതി വരുവോളം. ഓക്കെ, ഗുഡ്. അവൻ വായിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ആരാ? ജുവാന ഒന്ന് വായിച്ചേ. ജുവാന. നളിന സരസിനരികെ നല്ലൊരു പുളനം തന്നിൽ ചെല്ലും നേരം നളിന തന്നിലുണരുന്ന കളഹംസം തന്നിലുറങ്ങിയിടുന്നൊരു കളഹംസത്തെ കണ്ടാൽ നരജൻ പങ്കമരുന്നൊരു തങ്കം പങ്കമരുന്നൊരു തങ്കം പൊന്നിനോടങ്കം പൊരുതുവൊങ്കപ്രഭയും കുങ്കുമ നിറവും ചിറകും കൊക്കും പങ്കജരുചിരം ചരണദ്വയവും കണ്ടതു നേരം നൃപനു കുതൂഹലമുണ്ടായി വന്ന മനതാരിങ്കൽ കൊണ്ടാടിത്തൻ കരകമലത്തെ കൊണ്ടുപിടിച്ചു മുറുക്കിക്കൊണ്ടാൽ അരജൻ ചെന്നിഹ തൊട്ടുതരം അരയന്നം തൻ ചെടുതിയുണർന്നു അരുതരുതെന്നെ കൊല്ലരുതേ എന്നും തിരുതെരെയങ്ങു പറഞ്ഞു തുടങ്ങി അപരാധത്തെ ചെയ്തവനെ കൃപ കൂടാതെ വധിച്ചെന്നെങ്കിൽ നിന്നുടെ നാടും ധനവും സപതി നശിക്കുമതോർത്തിയിടേണം. പക്ഷികളെ കൊല ചെയ്തൊരു മാംസം ഭക്ഷിപ്പാനൊരു രുചിയുണ്ടെങ്കിൽ പക്ഷികളെ കൊന്നൊരു മാംസം ഭക്ഷിപ്പാനത് രുചിയുണ്ടെങ്കിൽ ഇക്ഷിണീതിയിൽ പല കുങ്കുടമുണ്ടതു ഭക്ഷിച്ചാലും മതി വരുവോളം. ഓക്കെ. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ?
വായിക്കാത്തവരാ? അർജുൻ, അന്ന് വായിച്ചിട്ടുണ്ട്. ഒന്ന് വായിച്ച് നോക്കട്ടെ. നീ എത്ര പോലെ വായിച്ചിട്ടുണ്ടെന്ന് അറിയണ്ടേ? നല്ല നല്ല മനസ്സൊന്നല്ല. നിങ്ങൾ ആ കവിനെ തന്നെ കവി എഴുതിയതേ മാറ്റിപ്പാടുവാണോ? ഒന്ന് വായിച്ചു നോക്കിയേ. അർജുൻ, അല്ല ഒന്നുകൂടി ശ്രദ്ധിക്കണേ. നളിന സരസിനരികെ നല്ലൊരു പുളിനം തന്നിൽ മോനെ മനസ്സിലാക്കുന്നേ. നളിന സരസിനരികെ, താമരപ്പൊയ്കയുടെ അടുത്ത് അരികെ നല്ലൊരു പുളിനം, നല്ലൊരു മണൽത്തിട്ട ഉണ്ടായിരുന്നു. മണൽത്തിട്ട തന്നിൽ ചെല്ലും നേരം ആര് ഉറങ്ങുന്നുണ്ടായിരുന്നു? നളിനം തന്നിൽ ഉറങ്ങിയ താമരപ്പൊയ്കയിൽ എന്ത് കിടന്നുറങ്ങുന്നു? ആര്? കളഹംസം. അത്രയാണ് ആ 4 വരി പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ. ഫസ്റ്റ് മുതൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. കളിനാണോ? നളിന അല്ലേ? നളിന സരസ്. നളികം സരസിൻ നല്ല ഒരു നളിന സരസിനരികെ നല്ലൊരു പുളിനം തന്നിൽ ചെല്ലും നേരം നളിനം തന്നിൽ ഉറങ്ങിയിടുന്നൊരു കളഹംസത്തെ കണ്ടാൻ അർജുൻ. പങ്കമകന്നൊരു തങ്കം പൊന്നിനോട് അംഗം പൊരുതുമൊരംഗപ്രഭയും കുങ്കുമ നിറമാം ചേകം കുക്കും പങ്കജരുചിരം ചരണദ്വയവും കണ്ടാവും നേരം നിർഭന കുതൂഹലം ഉണ്ടായി വന്നു മനതാരിങ്കൽ കൊണ്ടാടിത്തൻ കരകമലത്തെ കൊണ്ടുപിടിച്ചു മുറുകിക്കൊണ്ടാൻ അർജുൻ ചെന്നിക തൊട്ടതു നേരം അരയന്നം താൻ തഴുതിയുണർന്നു. അരുതരുതെന്നെ കൊല്ലരുതെന്നും തെരുതെരെ എന്ന് പറഞ്ഞു തുടങ്ങി. അപരാധത്തെ ചെയ്യാത്തവനെ കൃപ കൂടാതെ വധിച്ചെന്നാക്കി. നിർഭതയെ നിന്നുടെ നാടും ധനവും സബരി നശിക്കുമെന്ന് ഓർത്തിയിടണം. പക്ഷികളെ കൊല ചെയ്തൊരു മാംസം ഭക്ഷിക്കാനൊരു രുചിയുണ്ടെങ്കിൽ ഇക്ഷുതിയിൽ പല കുപ്പിടമുണ്ടത് ഭക്ഷിച്ചാലും അതിവരുവോണം. ഓക്കെ, ഉണ്ടോ? ജസ്റ്റസ് നല്ലപോലെ ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ട്. വായിക്കുന്നവർക്ക് നല്ലപോലെ വായിക്കാൻ പറ്റും. അത്രയും നല്ല രീതിയിൽ ഞാൻ ആ ക്ലാസ് എടുത്തു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പൊ ഇനി ആരാ വായിക്കുന്നേ? അഫ്രാസ് വായിച്ചേ. നളിന സരസിനരികെ നല്ലൊരു പുളിനം തന്നിൽ ചെല്ലും നേരം നളിന തന്നിലുറങ്ങിയിടുന്നൊരു കളഹംസത്തെ കണ്ടാൻ അർജുൻ. പങ്കമനന്നൊരു തങ്കം പൊന്നിനോടംഗം പൊരുതുമൊരംഗം പ്രഭയും കുങ്കുമ നിറമാം ചിറകും കൊക്കും പങ്കജരുചിരം ചരണദ്വയവും കണ്ടതു നേരം നൃപനു കുതൂഹലമുണ്ടായി വന്നു മനതാരികൾ കൊണ്ടാടിത്തൻ കരകമലത്തെ കൊണ്ടുപിടിച്ചു മുറുക്കിക്കൊണ്ടാൻ അർജുൻ ചെന്നിക തൊട്ടതു നേരം അരയന്നം താൻ ചെടുതിയുണർന്നു. അരുതരുതെന്നെ കൊല്ലരുതെന്നും തെരുതെരയങ്ങു പറഞ്ഞു തുടങ്ങി. അപരാധത്തെ ചെയ്യാത്തവനെ കൃപ കൂടാതെ വധിച്ചെന്നാകിൽ നിന്നുടെ നാടും ധനവും സബരി നശിക്കുമതോർത്തിടേണം. പക്ഷികളെ ഒരു മാംസം ഭക്ഷിപ്പാനൊരു രുചിയുണ്ടെങ്കിൽ ഇക്ഷിതിയിൽ പല കുക്കുടമുണ്ടതു
ഭക്ഷിച്ചാലും മതി വരുവോളം. ഓക്കെ. നെക്സ്റ്റ് നിജാദ്. നിജാദ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വായിച്ചേ. നിജാദിന് കേൾക്കുന്നുണ്ടോ? ഓക്കെ. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും ഒരു 3 times അത് വായിച്ചിട്ട് വന്നാ മതി. ഓക്കെ. അപ്പോ നോട്ട്ബുക്ക് എടുത്തേ. നോട്ട്ബുക്ക് എടുത്തിട്ട് പാഠം 6 നളനും അരയന്നവും ഹെഡിങ് എഴുതും. എഴുതിയോ? ഓക്കെ. അർത്ഥം എഴുതുകയാണ് ഹെഡിങ് എഴുതും. നളനും പാഠം 6 നളനും അരയന്നവും അർത്ഥം എഴുതുക എന്ന് എഴുതുക. അർത്ഥം എന്നിട്ട് എഴുതുക. എന്ത് അർത്ഥം എഴുതണം? നളനും അരയന്നവും എന്നുള്ള പാഠത്തിന്റെ അർത്ഥം എടുത്തോ. ഓൺ ടൈമിൽ എഴുതിക്കോ. നളിനം എഴുതുന്നുണ്ടോ എല്ലാവരും? അർജുൻ നോട്ട്ബുക്ക് എടുത്തേ. അപ്പോ ഫസ്റ്റ് എന്താ? നളിനം താമര. നളിന സരസ് താമര പൊയ്ക. പുളിനം മണൽത്തിട്ട. കളഹംസം അഴകുള്ള അരയന്നം. അരജൻ രാജാവ്. പങ്കം അഴുക്ക്. ചരണദ്വയം 2 പാദങ്ങൾ. അംഗപ്രഭ അവയവ ശോഭ അല്ലെങ്കിൽ ശരീരത്തിലെ കാന്തി. നെക്സ്റ്റ് പങ്കജം താമര. നൃപൻ രാജാവ്. നൃപൻ രാജാവ്. അർത്ഥം നല്ലപോലെ പഠിക്കുക കേട്ടോ അർജുൻ. എഴുതിട്ട് നല്ലപോലെ പഠിക്കണം അർത്ഥം. നൃപൻ രാജാവ്. കുതൂഹലം സന്തോഷം. കമലം താമര. കമലം താമര. ചെടുതി പെട്ടെന്ന്. കൃപ ദയ. കൃപ ദയ. സപതി പെട്ടെന്ന്. അപരാധം തെറ്റ്. ക്ഷിതി ഭൂമി. കുക്കുടം കോഴി. അപ്പൊ ഇത്രയും അർത്ഥം എഴുതണേ. കുക്കുടം കോഴി.
അർത്ഥം ഇത്രയും എഴുതണേ. അത് കഴിഞ്ഞ് താഴെ പര്യായ പദമുണ്ട് 2 എണ്ണം എഴുതാൻ, അതും എഴുതുക. ഓക്കെ, ചോദ്യം ഉത്തരം ഞാൻ എഴുതിത്തരാം. ചോദ്യം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് 3 തവണയെങ്കിലും വായിക്കണം. വായിക്കാൻ കിട്ടാത്തവർ പ്രത്യേകിച്ച് നല്ലപോലെ വായിക്കണം. നല്ല വായിക്കാൻ കിട്ടുമോ? വായിക്കാതിരുന്നാൽ വായിക്കാൻ പറ്റുമോ? വായിച്ച് വായിച്ച് പഠിക്കണം വീട്ടിൽ നിന്ന്. എഴുതിയോ? ജോയൽ എഴുതി കഴിഞ്ഞോ? ജോയലേ ഇല്ലേ? വേഗം എഴുത്. അപ്പൊ ഫ്രൈഡേ എക്സാം ഉണ്ട്, 5ാമത്തെ പാഠത്തിന്റെ. എല്ലാവരും പഠിച്ചിട്ട് വരുക. ഇനി ആരും കേട്ടിട്ടാ കണ്ടിട്ടാന്ന് പറയരുത്. ഓക്കെ മിസ്സേ, പറഞ്ഞോ. നമ്മ അന്ന് എഴുതിയ പരീക്ഷേന്റെ മാർക്ക് ഇല്ലല്ലോ. അർജുന്റെ മാർക്ക് കിട്ടിയില്ലേ? ഇല്ല. ഞാൻ അയച്ചിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എല്ലാവരും അയച്ചു, സെൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടി മിസ്സേ. ശ്രീവിഷ്ണുവിന് കിട്ടിയില്ലേ? ഓക്കെ, എല്ലാവർക്കും അയച്ചു ഞാൻ. എന്റെ കിട്ടിയിട്ടാ. അർജുൻ ഞാൻ അയച്ചിട്ടുണ്ട്. ഷാനിഫിനും ശ്രീവിഷ്ണുവിനും കുറച്ച് ലേറ്റ് ആയിരുന്നു. മിസ് ഒന്ന് എന്റെ വാട്സപ്പിലേക്ക് ഇട്ടുതരോ? ഒന്നുകൂടി ഇട്ടുതരാം കേട്ടോ. ഒന്നുകൂടി സെൻഡ് ചെയ്ത് തന്നാല്. ഓക്കെ, നമ്മുടെ സമയം കഴിഞ്ഞു കേട്ടോ. ഇന്നത്തെ കാര്യമായിട്ട് ഒരു ക്ലാസ് നടന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പര്യായം കൂടി എഴുതണേ നോട്ട്ബുക്കിലേക്ക്. അർത്ഥം എഴുതി കഴിഞ്ഞാൽ ആ പര്യായപദം എഴുതണം. മറ്റേത് എഴുതണ്ട. പിന്നെ ഉത്തരം എഴുതി മിസ് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ എല്ലാരും നല്ല മക്കളായിട്ട് നല്ലപോലെ വായിക്കണേ അത് കേട്ടോ, പാഠം. ഓക്കെ, ബൈ. See you. Bye. Bye. Miss